നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ ഒന്ന് മുന്നോട്ട് വരണം. നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ്റെ മകനാണ് കയറി വരുന്നത്. ഒരു 2 വാക്കൊരു അനുഗ്രഹം ഈ പയ്യന് കൊടുക്കണം. നിരഞ്ജന അച്ഛനെയും വലിയച്ഛനെയും കുടുംബം മുഴുവൻ വളരെയധികം നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. നിരഞ്ജൻ്റെ ഇങ്ങനെയൊരു സംരംഭം പറഞ്ഞപ്പോൾ അതൊരു കേൾവിക്കാരനായിട്ട് മാത്രം വന്നതാണ് ഞാൻ. ഇങ്ങനെ ഒരു സംസാരം വേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. കിഷോറും റാഫിയും മുകേഷും ഒക്കെ വളരെ ചെറുപ്പം മുതൽ കേട്ട് വളർന്ന ആളാണ് ഞാൻ. മലയാളത്തിനേക്കാൾ കൂടുതൽ ഹിന്ദിയും ഉറുദുവും ഗസലുകൾ കേട്ട ഒരു ചെറുപ്പം. നിരഞ്ജൻ്റെ ഹിന്ദിയിലുള്ള പ്രൊണൗൺസിയേഷൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നന്നായിട്ടുണ്ട്. നന്നായി കൃത്യമായിട്ട് നിരഞ്ജൻ ഹിന്ദി കൈകാര്യം ചെയ്യുന്നുണ്ട്. മലയാളിക്കുള്ളൊരു പ്രത്യേകതയാണത്. മലയാളിക്ക് നന്നായിട്ട് ഹിന്ദി പറയാൻ കഴിയും. ഏത് ഭാഷയും പറയാൻ കഴിയും. പാട്ടിൻ്റെ ഭാഷ വ്യത്യസ്തമാണ്. അത് നിരഞ്ജൻ ഇവിടെ മനോഹരമായി ചെയ്യുന്നത് കണ്ടു. എനിക്ക് പുറകിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി മുകേഷും കൂടി നിരഞ്ജനെ ചേരുമെന്ന് തോന്നി. മുകേഷിൻ്റെ പല പാട്ടുകളും ഞാൻ നിരഞ്ജൻ്റെ വോയിസിലൂടെ ഇവിടെ ഇങ്ങനെ വെറുതെ ഞാൻ മനസ്സിലൂടെ കൊണ്ടു നോക്കി. അപ്പോൾ കുറച്ചുകൂടി മുകേഷും കൂടി ഒന്ന് ശ്രമിക്കാം എന്ന് തോന്നുന്നു. കാരണം മുകേഷ് അങ്ങനെ കോഴിക്കോട് വലിയ കാര്യമായിട്ട് ആരും, റാഫിയാണ് ഇവിടെ ഏറ്റവും വലിയ റാഫിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വ്യക്തി. എനിക്കറിയാം, മുഹമ്മദ് റഫി. അത് കഴിഞ്ഞാൽ കിഷോറാണ്. മുകേഷും കൂടി ഇതുപോലെ ഒരു വേദിയിൽ നിരഞ്ജൻ ചെയ്യണമെന്ന് ചെറുതായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് നിരഞ്ജൻ്റെ മികച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനായ പ്രമോദ് പൂമംഗലത്ത്, സുഹൃത്ത് പ്രകാശ് പൂമംഗലത്ത്, എല്ലാവർക്കും നന്ദി. താങ്ക് യു അനീസ്. ഓക്കെ, ഞാനിനി നിരഞ്ജൻ്റെ അമ്മയെ കൂടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാത്ത വന്നു. ജിഷ, അമ്മയെ പരിചയപ്പെടുത്താനല്ല, നികേഷിൻ്റെ കൂടെ പാടാൻ വേണ്ടിയിട്ടാണ്. ആന്തി എന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു, 1975 വളരെ പോപ്പുലറായൊരു സിനിമയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത്, അടിയന്തരാവസ്ഥ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്ത ഈ സിനിമ നിരോധിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയെ അല്ലെങ്കിൽ ആ പാർട്ടിയെ, രാഷ്ട്രീയ പാർട്ടിയെ വികലമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആന്തിയെ നിരോധിച്ചത്. പക്ഷെ ആ സിനിമയിൽ കിഷോർ ദായുടെ പാട്ടുകളുടെ ഒരു പൂർണ്ണമായ പാട്ടുകളും കിഷോർ ദായും ലതാജിയും ഒക്കെയാണ് അതിൽ പാടിയിട്ടുള്ളത്. ലതാജിയും കിഷോർ ദായും പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അമ്മയും മോനും മോനും അമ്മയും അല്ലേ ഇവിടെ പാടുന്നത്. താങ്ക് യു.
इस मोड़ से जाते